ജനതയുടെ വിദ്യാഭ്യാസ ചരിത്രത്തെ ആ ജനതയുടെ വികാസ ചരിത്രത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുവാൻ സാധ്യമല്ല. സംസ്കാരത്തിൻ്റെ വികാസം അവിടെ നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ പ്രക്രിയയെ ആശ്രയിച്ചിരിക്കുന്നു. ദ്രാവിഡ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു പൗരാണിക കേരളം. ബുദ്ധ പ്രഭാവ കാലഘട്ടത്തിലാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ആരംഭിച്ചത്. ബുദ്ധവിഹാരങ്ങളോട് സംബന്ധിച്ച് ബുദ്ധഭിക്ഷുക്കൾ വിദ്യാലയങ്ങൾ, പള്ളികൾ നടത്തിയിരുന്നു. എഴുത്തുവിദ്യ ഇവിടെ പ്രചരിപ്പിച്ചതും ബുദ്ധ ഭിക്ഷുക്കൾ തന്നെയായിരുന്നു. ആര്യൻ അധിനിവേശ കാലയളവിൽ ബുദ്ധമതത്തിനുമേൽ ആര്യൻ ആക്രമണം ഉണ്ടാവുകയും ബുദ്ധവിഹാരങ്ങളും പള്ളികളും നശിപ്പിക്കപ്പെട്ടതോടുകൂടി വിദ്യാഭ്യാസം ഒരു വിഭാഗത്തിൻ്റെ കൈകളിൽ കുത്തകയാകുകയും മറ്റുള്ളവർക്കത് നിഷേധിക്കപ്പെടുകയും പള്ളിക്കൂടങ്ങളും അക്ഷരങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മതപ്രചാരണത്തിന് എത്തിയ ക്രിസ്ത്യൻ മിഷണറി സംഘവും അറേബ്യയിൽ നിന്നും എത്തിയ ഇസ്ലാമിക മിഷണറി സംഘവും വന്നതോടുകൂടി എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുവാൻ അനുകൂല സാഹചര്യം ഒരുക്കി. ഈ വിദ്യാഭ്യാസ രീതികളൊക്കെ മതപ്രചാരണവും വ്യക്തി സംസ്കരണവും സാമൂഹിക ബോധം ഉണർത്തുന്ന മതവിദ്യാഭ്യാസ രീതികളായിരുന്നു. ഓരോ മതജാതി വിഭാഗങ്ങളിലെ ഓരോ ഭാഷകൾ തീർത്തുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി. 1834 സതി തിരുനാൾ രവിവർമ്മ രാജാവ് നഗർകോവിൽ നിന്ന് സെമിനാരിയിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന റോബർട്ട്സിനെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുറക്കുന്നതിനായി തിരുവനന്തപുരത്ത് ക്ഷണിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതും റോബർട്ടൻസ് നടത്തി വന്ന ഇംഗ്ലീഷ് സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇപ്പോഴത്തെ SLB ഹൈസ്കൂൾ 1836 മുതൽ 1855 വരെ റോബർട്ട് തന്നെയായിരുന്നു അതിൻ്റെ ഹെഡ് മാസ്റ്റർ. പിന്നീട് പല പ്രദേശങ്ങളിലും ഇതേ മാതൃകയിൽ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. 1894 പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഗ്രാൻഡ് നൽകുന്ന സംവിധാനം നിലവിൽ വന്നു. 1903 25 ഇംഗ്ലീഷ് ഹൈസ്കൂളുകൾ 52 ഇംഗ്ലീഷ് മിഡിൽ സ്കൂളുകളും തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചു. പിന്നീട് കേരളത്തിലെ പല പ്രദേശത്തും വിദ്യാഭ്യാസ പഠിപ്പുരകൾ പറിച്ചു നട്ടു. അങ്ങനെ നമ്മുടെ മലബാർ ഭാഗത്തേക്കും വിദ്യാഭ്യാസത്തിന് വിത്തുപാക്കിക്കൊണ്ട് 1848 ബാസർ മിഷൻ കല്ലായിയിൽ സ്ഥാപിച്ച സ്കൂൾ ആണ് മലബാറിലെ ആദ്യത്തെ സ്കൂൾ. 1889 കൂടി തെരശ്ശേരിയിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിതമായി. 1899 ഈ സ്കൂളിനോട് അനുബന്ധിച്ച് ബ്രണ്ണൻ കോളേജും നിലവിൽ വന്നു. BBD റൊസാറിയോ ആയിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പാൾ. അങ്ങനെയാണ് വേങ്ങാട് മട്ട പൂവത്തിൻ കീയിൽ, ഒരു മരത്തിൻ്റെ പേരാണത്, പൂവത്തിൻ കീയിൽ എന്നറിയപ്പെട്ട സ്ഥലം, ഇന്നത്തെ ഹൈസ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് പെരിങ്ങാലി ഇല്ലത്തിലെ നമ്പിയാർ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുമായും മറ്റുള്ളവരായി സംസാരിച്ചുകൊണ്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളാണ് വേങ്ങാട്ടെ ആദ്യത്തെ സ്കൂൾ. സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സേവനമർപ്പിച്ച പെരിങ്ങാലി നമ്പിയാർ തൻ്റെ പരിശ്രമ ഫലമായി വേങ്ങാട് സ്കൂൾ കൊണ്ടുവരികയും കുട്ടികളെ പല സ്ഥലങ്ങളിൽ പോയി ബോധവൽക്കരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെയാണ് വേങ്ങാട് ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത്. പെരിങ്ങാലി ഇല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേങ്ങാടിൻ്റെ സാമൂഹിക, സാംസ്കാരിക, കാർഷിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ വളരെ പങ്കുവഹിച്ച ഒരു കുടുംബമാണ്. മുസ്ലിം ആഗമനം പോലും വേങ്ങാട് ഉണ്ടായത് പെരിങ്ങാലി തറവാട്ടുകാരിൽ നിന്നാണ് എന്നതാണ് ചരിത്ര വസ്തുത. അക്കാലത്ത് വേങ്ങാട് അങ്ങാടിയിൽ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഓത്തുപള്ളി, ഗുരുകുല സമ്പ്രദായം, ദർസ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഇടയിൽ
അറബിക്ക് മലയാള ഭാഷയും പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. പള്ളിയുടെ അകത്തളങ്ങളിൽ ചുറ്റും ഇരുന്ന് ഇമാം ഉസ്താദ് പഠിപ്പിക്കുന്ന ഓതിക്കൊടുക്കുന്ന രീതിയായിരുന്നു ഓത്തുപള്ളി സമ്പ്രദായം. കർമ്മശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ അന്ന് ദർസ് പഠിപ്പുരയിലെ സിലബസുകളാണ് എന്നതാണ് വസ്തുത. അക്കാലത്ത് ഏറെ പേരും ഇസ്ലാമിക വിദ്യാഭ്യാസ ഭാഷയായി അറബിയെയും മലയാളത്തെയും സങ്കരമിന ഭാഷയാക്കി മലയാളമാണ് ഉപയോഗിച്ചിരുന്നത്. വീടിൻ്റെ അകത്തളങ്ങളിൽ അറബി മലയാള കാവ്യങ്ങൾ പാടുമായിരുന്നു. മൊയ്തീൻ മാല, നഫീസത്ത് മാല, അലി ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ കാലത്തെ പുര വീടുകളിലെ നിത്യ കാഴ്ചകളായിരുന്നു. ഒരു കുറത്തി അലി റളിയല്ലാഹുവിനോട് വയ്യോരത്ത് വെച്ച് സംവേദിച്ചുകൊണ്ട് മഹദി ഫാത്തിമയുടെ വിശേഷങ്ങൾ തിരക്കുന്ന ഇതിവൃത്തത്തിൽ ആലേഖനം ചെയ്ത ഒന്നായിരുന്നു പക്ഷിപ്പാട്ട്. മഹദി ഫാത്തിമയുടെ സൗന്ദര്യ വർണ്ണനകൾ കാവ്യ ഉള്ളടക്കത്തിൽ ഇടനീളം പ്രതിപാദിക്കുന്നു. പ്രായമുള്ള ഉമ്മമാർ, മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശി കഥകളിൽ ലൈല മജ്നൂൻ, 1001 രാവുകളും, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മിസ്രിലെ രാജകുമാരിയും കടന്നുവരുമായിരുന്നു. അലിയുടെ ധൈര്യത്തെയും ഹംസയുടെ വീര പോരാട്ടങ്ങളെയും കഥ പറച്ചിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുസ്ലിങ്ങളുടെ ഭാഷാ രീതികൾ ഇതൊക്കെയാണ്. മുസ്ലിം ഭാഷാ രീതികൾ തന്നെ ഒരു അറബിക് ടച്ചോട് കൂടിയാണ് അവരുടെ സംസാര ഭാഷകൾ. അന്നത്തെ ഭാഷ മാപ്പിള മലയാളം എന്നാണ് അറിയപ്പെട്ടത്. അറബി മലയാളം എന്നും പറയപ്പെടുന്നു. അത്തരം ഭാഷകളിലെ പ്രായോഗിക വശങ്ങൾ ഇതൊക്കെയാണ്: കുതിറത്ത്, അത്ഭുതം, ഇമ്പം, ഇഷ്ടം, ഛേദം, നഷ്ടം, പെൺ പിറന്നോളത്തി, സ്ത്രീകൾ, പഴക്കപ്പറയൽ, മറ്റുള്ളവരോട് സംസാരിക്കൽ, ദുൽമ്, പൊങ്ങച്ചം, പൊരേ, വീട്, യശാകൃതി, കുസൃതി, സമൂസ, അഹംഭാവം, മോന്തിക്ക്, സന്ധ്യാസമയം, അവത്ത്, വീടിൻ്റെ അകത്ത്, നസീബ്, സൗഭാഗ്യം, മങ്കൂസ്, ചായ വെക്കുന്ന പാത്രം, ബസി, ഭക്ഷണം കഴിക്കുന്ന പാത്രം, ഹലാക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, ചെങ്കുള്ളവർ, ധീരൻ, ചൊല്ലുന്നു, വാഴ്ത്തുന്നു, ജിമിക്കി, കൂട്ടത്തോടെ, ശീലത്തിൻ്റെ അവസാനത്തെ ഒടുക്കത്തെ, വീടർ, ഭാര്യ, മാപ്പിള, ഭർത്താവ്, ഒജിക്കല്, ഭക്ഷണം കഴിക്കല്, ബർക്കത്ത്, അനുഗ്രഹം, നിലാവ്, ചന്ദ്രൻ, സൈത്താൻ, പിശാജ്, സക്രാത്തിൻ്റെ രോഗം മൂർച്ഛിച്ച അവസ്ഥ, മുസീബത്ത്, ആപത്ത്, ബസറ്, പെരുമഴയും കോളും, തണ്ണി, വെള്ളം, നിട്ടാന്തരം, അത്ഭുത സിദ്ധിയുള്ള, ഇങ്ങനെയുള്ള അറബി മലയാള ഭാഷകൾ തീർത്തുകൊണ്ട് പരസ്പരം സംവേദിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു കേരള മുസ്ലിങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വേങ്ങാടിലെ മുസ്ലിങ്ങളും. ഇങ്ങനെയുള്ള സാമൂഹിക പരിസര ചുറ്റുവട്ടത്തെ വേങ്ങാട് പെരിങ്ങാലി നമ്പ്യാർ ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത്. ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് പൂവത്തീൻ കീയിൽ LP സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1913 സ്കൂൾ സ്ഥാപിതമായത് എന്നാണ് ചരിത്രം. ബ്രിട്ടീഷ് ഗവൺമെൻറ് സഹായത്തോടെയായിരുന്നു വേങ്ങാടി സ്കൂളിൻ്റെ തുടക്കം. അങ്ങാടിയിലുള്ള കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കുവാൻ ഏറെ പ്രയാസമായതുകൊണ്ട് അസനിക്കാൻ്റെ സ്ഥലത്തേക്ക് മാറ്റി. പിന്നീട് വെള്ളിയ പീടിക എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. സ്കൂൾ പഠനത്തോടൊപ്പം മതവിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനായി പെരിങ്ങാലി നമ്പ്യാർ സ്കൂൾ കൈമാറി. അന്നത്തെ നാട്ടിലെ പൗരപ്രമുഖനും വ്യവസായിയും വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത CP ബീരാൻകുട്ടിയാക്ക തൻ്റെ സ്വന്തം ചെലവിലും സ്വന്തം സ്ഥലത്തും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്കൂൾ ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായി. 1945
സ്കൂളിന് സ്ഥിരമായി കെട്ടിടം നിർമ്മിച്ചു. അന്നത്തെ പ്രധാന അധ്യാപകൻ കുറുപ്പ് മാഷും എറമ മാഷും മൂസ മാഷുമായിരുന്നു. 1964 UP സ്കൂൾ ആയി മാറി. 1964 മതവിദ്യാഭ്യാസം പൂർണ്ണമായും മദ്രസയിലേക്ക് മാറ്റി മദ്രസ പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലെ മദിരാശി പ്രവിശ്യയുടെ 28 ജില്ലകളിൽ ഒന്നായ മലബാറിലെ 10ഓളം താലൂക്കുകളിൽ ഒന്നായ കോട്ടയം താലൂക്കിൻ്റെ അധീനത്തിലായിരുന്നു നമ്മുടെ നാട്. ബ്രിട്ടീഷുകാരൻ്റെ ഭരണകാലത്ത് താലൂക്ക് ബോർഡും ഡിസ്ട്രിക്ട് ബോർഡും സർക്കാർ സഹായത്തോടെ സ്കൂളുകൾ എന്ന ആശയത്തിന് അടിത്തറയിട്ടു. ഇതോടുകൂടി എയ്ഡഡ് സ്കൂളുകൾ നിലവിൽ വന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തായതുകൊണ്ട് അവർക്ക് യോജിച്ച രൂപത്തിലായിരുന്നു സ്ഥാപനങ്ങൾ അനുവദിക്കുകയും പാഠപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത്. ഭരണസൗകര്യാർത്ഥം മലബാർ ജില്ലയിൽ വിദ്യാഭ്യാസ റേഞ്ചുകൾ സ്ഥാപിക്കപ്പെട്ടു. മലബാർ ജില്ലയിൽ വിദ്യാഭ്യാസ റേഞ്ചുകൾ സ്ഥാപിക്കപ്പെട്ടു. ആ റേഞ്ചുകളാണ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. കണ്ണൂർ, വടകര, കോഴിക്കോട്, മഞ്ചേരി, ഒറ്റപ്പാലം, പൊന്നാനി തുടങ്ങിയ ഇടങ്ങളിൽ മാപ്പിള റേഞ്ചുകൾ സ്ഥാപിക്കപ്പെട്ടത്. പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയാണ് മാപ്പിള റേഞ്ചുകൾ സ്ഥാപിതമായത്. സീനിയർ ഇൻസ്പെക്ടറുടെ അധീനതയിലായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുവാൻ ജൂനിയർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറും നിയമിച്ചു. മാപ്പിളമാർക്ക് അധ്യാപക ദൗർബല്യം അനുഭവപ്പെട്ട കാലഘട്ടമായിരുന്നു ഇത്. മുസ്ലിം അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനായി മലപ്പുറത്ത് ട്രെയിനിങ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൻ്റെ സ്ഥാപകൻ തലശ്ശേരിയിലെ അച്ചാരത്ത് ഖാദർകുട്ടി സാഹിബായിരുന്നു. പിന്നീട് ഈ രംഗത്ത് COT കുഞ്ഞിപ്പക്കി, സജ്ജാദ് ഹുസൈൻ, തലശ്ശേരിയിലെ മുണ്ടയാമ്പുറത്ത് ഉണ്ണിമൂപ്പൻ, സയ്യദ് അബ്ദുൽ ഗഫൂർ ഷാ തൃശൂർ ഇവരൊക്കെ മാപ്പിള റേഞ്ചുകളിൽ സീനിയർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറായി പ്രവർത്തിച്ചു. ജൂനിയർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറായി KV മുഹമ്മദ് സാഹിബ് വളപട്ടണം, ഉമ്മർകുട്ടി തലശ്ശേരി, വെട്ടത്ത് പുതിയങ്ങാടി എന്നിവരും പ്രവർത്തിച്ചു. അന്നത്തെ അധ്യാപകർ വചരജ്ഞമുള്ള SLC-കാരും ഉണ്ടായിരുന്നു. മാസശമ്പളം 5 രൂപയും 7 രൂപയും ആയിരുന്നു അന്നത്തെ അവരുടെ മാസശമ്പളം. വർഷശമ്പളമായിരുന്നു അന്നത്തെ രീതി. അധ്യാപകർ സാമ്പത്തിക പരാജയമുള്ള ആളുവാണെങ്കിൽ മാനേജറുടെ സഹായത്തോടെ കടകളിൽ നിന്ന് സാധനങ്ങൾ ഗ്രാൻഡ് കിട്ടിക്കൊടുക്കുമെന്ന കരാറിൽ വാങ്ങുമായിരുന്നു. ഏറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള അധ്യാപകരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അധ്യാപക ജോലി ഒരു നിയോഗമാണെന്നും നമ്മുടെ കർമ്മമണ്ഡലമാണെന്നും എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനം. വീരാൻകുട്ടിയാക്ക പെരിങ്ങാലൻ നമ്പ്യാരിൽ നിന്നും സ്കൂൾ വാങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളും അതിനുവേണ്ടി ചെലവഴിച്ചു. വീരാൻകുട്ടിയാക്കക്ക് ശേഷം മകൻ കുഞ്ഞുമാഷ് മാനേജറായി. ഹെഡ്മാസ്റ്റർ അക്കാലത്ത് KP മമ്മൂട്ടി മാഷായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ, അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒക്കെയായിരുന്നു മമ്മൂട്ടി മാഷ്. മമ്മൂക്കയെ പോലെയുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച പ്രമുഖരിൽ ഒരാളാണ് KP മമ്മൂട്ടി മാഷ്. ബിരാൻ മാഷ്, കുഞ്ഞാലി മുൻഷി, അസ്സു മാഷ്, ബാലൻ മാഷ്, ആനന്ദം മാഷ്, TP മമ്മൂട്ടി മാഷ്, ആലക്കണ്ടി രാമൻ മാഷ്, അക്കീം മാഷ്, റഹീം മാഷ്, ലക്ഷ്മി ടീച്ചർ, സുഹറ, തങ്കമണി ടീച്ചർ, സതി ടീച്ചർ എന്നിവരായിരുന്നു പിന്നീട് കാലഘട്ടം നമ്മുടെ ഈ സ്കൂളിൻ്റെ മുന്നേറ്റങ്ങളിൽ മുന്നണി പോരാളിയായി കുട്ടികളെ അറിവിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകർ. മമ്മൂട്ടി മാഷ് വിരമിച്ചതിന് ശേഷം CK ആനന്ദം മാഷ് ഹെഡ്മാസ്റ്ററായി. CK ആനന്ദം മാഷിന് ശേഷം PK സതി ടീച്ചർ ഹെഡ് ടീച്ചറായി. 14 വർഷം സേവനം ചെയ്തു. സതി ടീച്ചർ വിരമിച്ചു. PK സതി ടീച്ചർക്ക് ശേഷം
ഖാത്തമുന്നിസയാണ് ഹെഡ് ടീച്ചർ. ഇപ്പോഴും ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എഞ്ചിനീയർ ബീരാൻകുട്ടിയാണ്. പ്രവർത്തകൻ, രാഷ്ട്രീയ മതരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വം, കണ്ണൂരിൻ്റെ അറിയപ്പെടുന്ന പല മേഖലയിലും പ്രവർത്തിക്കുന്ന വ്യക്തിത്വം, അതാണ് CP ബീരാൻകുട്ടി. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്കൂൾ വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ അടുത്തൊന്നും ഇത്തരം പുരോഗതി ഉണ്ടായിരുന്ന ഒരു സ്കൂൾ സംവിധാനം വേറെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. CP ബീരാൻകുട്ടിയുടെ പരിശ്രമ ഫലമായാണ് ഇന്ന് ഈ വലിയ രീതിയിൽ പുതുക്കി പണിയുന്നത്.